അതിൽ ഞാനുണ്ട് ലോക്കായി പോകുന്നവരാണ്. അല്ലല്ല, ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് സ്പാ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 1 സുഗണൻ, 2 ഗബ്രിയേൽ ജിബ്രി ആൻഡ് ദെൻ മാത്തൻ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗബ്രിയേൽ ജിബ്രി ഇപ്പൊ ഷൈൻ ചേട്ടൻ ഇതില് സ്പായനെ പറ്റി പഠിച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നല്ല സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. അപ്പൊ ഗബ്രിയേൽ ജിബ്രിയിൽ എത്രത്തോളം ഷൈൻ ചേട്ടനുണ്ട് ആ ക്യാരക്ടറിൽ ഈ അന്വേഷണം നടത്തുന്ന സംവിധായകൻ എന്നുള്ളത് അതെ അതിൽ ഞാനുണ്ട് ലോക്കായി പോകുന്നവരാണ്. അല്ലല്ല, ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. അനുഭവം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഈ അല്ല ഇപ്പം അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ ലോക്കായി പോയിക്കൂടുന്നില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്കായിരിക്കുന്ന സമയത്താണെങ്കിലും പറയുന്നുണ്ട് അതൊരു റൊമാൻറ്റിക് ഒരു നടന്ന നടി, അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ മൊത്തത്തിൽ എന്നെ കുറിച്ച് മാത്രമല്ല, എല്ലാ ഈ ഒരു ദുരന്തം കണ്ടു കഴിഞ്ഞാൽ ആ ദുരന്തത്തിൽ നിന്ന് കഥയുണ്ടാക്കാൻ നോക്കുന്നവരാണ് ഈ എഴുത്തുകാരും, കവിത എഴുതുന്നവരും, കഥ എഴുതുന്നവരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പെയിൻ കാണുന്നു, ഒരാളുടെ പെയിൻ. അപ്പം നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു പെയിൻ, നമ്മളത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒന്ന്. ഈ പെയിനിനെ എടുത്തിട്ട് ആ പെയിൻ നമ്മൾ ആവിഷ്കരിച്ച ശേഷം ഇത് കാഴ്ചക്കാരിലേക്ക് ഈ പെയിൻ അനുഭവവേദ്യമാകുമ്പോൾ അതൊരു ആർട്ടായി മാറുന്നു, അതൊരു ക്ലാസിക്കായി മാറുന്നു. ഒരു ദുരന്തം കണ്ടാലും നമ്മൾ കാണുന്ന നമ്മൾ ചിരിച്ച സാധനം, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് കേട്ട് ചിരിപ്പിച്ചൊരു സാധനം നമ്മളത് ആർട്ടാക്കി മാറ്റിയിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനകത്തും ഈ ചലച്ചിത്രകാരൻ അവനതിനകത്തൊരു സിനിമ ഉണ്ടോ എന്ന് തേടുന്നതായിരിക്കും. ഇനി എല്ലാവരും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട് അതിനകത്തൊരു കഥയുണ്ടോ. അപ്പോൾ അങ്ങനെ ലോക്കായി പോയി കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്നൊരു കഥ അന്വേഷിക്കും, കഥ തേടും. അതാണ് ഞാൻ